പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ സ്മാർട്ട് ഫോൺ തന്നെ എങ്ങനെ നമുക്ക് കമ്പ്യൂട്ടറിനുള്ള ഒരു മൗസായും അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് ചെയ്യാനുള്ള കീബോർഡായിട്ടും മാറ്റാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായി ആദ്യം തന്നെ നമ്മുടെ ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിന്നൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്ലിക്കേഷൻ്റെ പേര് റിമോട്ട് മൗസ് എന്നുള്ളതാണ്. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്യുക. ശേഷം നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് വരിക. കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഒരു വെബ് ബ്രൗസർ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൽ കാണുന്ന വെബ് അഡ്രസ്സ് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഗെറ്റ് നൗ എന്നുള്ള ബട്ടണ് പ്രസ് ചെയ്യുക. ഇപ്പം നമ്മൾ ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ എന്നുള്ളത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അത് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് കാണുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ ഏതാണോ ആ കമ്പ്യൂട്ടറിനുള്ള ആപ്ലിക്കേഷനാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്നത് വിൻഡോസ് ആണ്. അപ്പോൾ വിൻഡോസ് ക്ലിക്ക് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പായി ചെയ്തിരിക്കേണ്ട കാര്യം എന്നുള്ളത് നിങ്ങളുടെ കമ്പ്യൂട്ടറും നിങ്ങളുടെ ഫോണും ഒരേ നെറ്റ്വർക്കിലായിരിക്കണം, അതായത് ഒരേ വൈഫൈയിലായിരിക്കണം നിങ്ങളുടെ രണ്ട് ഡിവൈസും ഉണ്ടാവേണ്ടത്. ശേഷം നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ ഫോണിൽ കാണാൻ പറ്റും നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പേര് വന്നിട്ടുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പം മൗസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഇതിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാനിപ്പോൾ എൻ്റെ ഫോണിലാണ് മൗസ് യൂസ് ചെയ്യുന്നത്. മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യാം. മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ ക്ലിക്കാണ്. ഫോണിൽ സ്ക്രീനിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൽ ബട്ടൺസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. റൈറ്റ് ബട്ടണ്, ലെഫ്റ്റ് ബട്ടണ് എല്ലാം ഓക്കെയാണ്. താഴെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഷോർട്ട് കീസ് ഉണ്ട്. അതായത് ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്ന ആപ്ലിക്കേഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. മ്യൂസിക് പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കീബോർഡ് വന്നിട്ടുണ്ട്. കീബോർഡിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാൻ നമ്മൾ ടൈപ്പിങ്ങിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഇതാ നിങ്ങൾക്ക് കാണാം, അപ്പോൾ ടൈപ്പിങ് വർക്കാവുന്നുണ്ട്, കീബോർഡും വർക്കാവുന്നുണ്ട്. നമ്മളിങ്ങനെ നമ്മുടെ ഫോണിൽ സെറ്റപ്പ് ചെയ്ത് വെച്ചുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മുടെ കീബോർഡോ മൗസോ വർക്കാവാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് ടെമ്പററി ആയിട്ട് നമ്മുടെ ഈ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.